കാരണം വെച്ചാൽ ഇനിയും കിടിലം വീഡിയോ വരാൻ പോകുന്നുണ്ട്. ഞാൻ 100ഓളം കൺട്രി പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ബെൽഗ്രേഡിലാണ്. ഞാൻ ഇന്നലെ അത് ഹിച്ചൊക്കെ ചെയ്ത് ബെൽഗ്രേഡിലെത്തി. എനിക്ക് ബസ് കിട്ടി, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ബസ് ബെൽഗ്രേഡ് എത്തുന്ന മുമ്പ് ഒരു 80 കിലോമീറ്റർ മുമ്പ് ബ്രേക്ക് ഡൗൺ ആയി. എന്നിട്ട് പിന്നെ 6 മണിക്ക് എത്തേണ്ട ബസ് ഞാൻ 9 മണിക്കാണ് എത്തിയത്. ബെസ്റ്റ് എടുത്ത് ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം നൈറ്റ് തന്നെ തിരിക്കും ബോസ്നിയക്ക്. എങ്ങോട്ട് പറഞ്ഞാൽ അറിയില്ലേ, ബോസ്നിയക്കാണ് പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, എന്താണെങ്കിലും ചെയ്തോളൂ സുഹൃത്തുക്കളെ. എന്നോടൊപ്പം ലോകം സഞ്ചരിക്കുക. സോ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് തന്നെ കാണാം. ഞാൻ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ബ്രെഡും അങ്ങനത്തെ സാധനങ്ങൾ അത്രേ ഉള്ളൂ. ഞാൻ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് സാധനം പറഞ്ഞാൽ ബ്രെഡൊക്കെ മേടിച്ചു, കോസൈറ്റ് മേടിച്ചു. അതിന് 39 ദിനാറേ ആയിട്ടുള്ളൂ. 39 പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ റേറ്റ് 28 റുപ്യ അങ്ങനെ ആയിട്ടുള്ളൂ. സോ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചീപ്പായിട്ട് ബഡ്ജറ്റിൽ കാര്യം നീക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് സുഹൃത്തുക്കൾ. ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് അതിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാക്കാം. ഭയങ്കര ചീപ്പാണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നിയറസ്റ്റ് മാക്സി പറഞ്ഞിട്ട്, മാക്സി സൂപ്പർ മാർക്കറ്റാണ്. സോ എല്ലാ സ്ഥലത്തും ഉണ്ട് മാക്സി വന്നു കഴിഞ്ഞാൽ. സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് ചീപ്പായിട്ട് നിങ്ങൾക്ക് ലോകം കയറുക. ഞാൻ എങ്ങനെയാണെന്ന് ചെയ്യുന്നത്, എപ്പോഴും എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് പോകില്ല. സൂപ്പർ മാർക്കറ്റിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും റെഡി ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് അത് കഴിക്കും. ഫ്രൂട്ട്സൊക്കെ ചീപ്പാണ്. ആപ്പിൾ ഈ ഭാഗത്തൊക്കെ ആപ്പിൾ ഭയങ്കര ചീപ്പാണ്. അത് ഞാൻ ടിക്കറ്റ് മേടിച്ചിട്ട് ഞാൻ സറാജ് ബോസ്നിയക്കാണ് ടിക്കറ്റ് മേടിച്ചത്. ബസ് ടിക്കറ്റ് 2500 ദിർഹംസായി. ദിനാറായി ഇവിടുത്തെ ദിനാറ്. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഏകദേശം 1800 റുപ്യൊക്കെ ആവും. സോ അത്രയ്ക്കുള്ള ടിക്കറ്റ് ഞാൻ മേടിച്ചു. ഇപ്പോൾ ബോസ്നിയക്കാണ് ഇന്ന് രാത്രി പുറപ്പെടുന്നത്. ബോസ്നിയ ഹെർസഗോവിന പറഞ്ഞൊരു കൺട്രിയാണ്. എൻ്റെ 19ാമത്തെ കൺട്രി. സോ മിക്കവാറും 20ാമത്തെ കൺട്രി മോണ്ടിനെഗ്രോ ആയിരിക്കും, 21ാമത്തെ അൽബേനിയ ആയിരിക്കും, 22, 23 അറിയില്ല സുഹൃത്തുക്കളെ. അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മാർക്കറ്റാണ് ഹലോ. സുഹൃത്തുക്കളെ നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാനിപ്പോൾ മാർക്കറ്റിലാണ്. ബെൽഗ്രേഡിൻ്റെ സിറ്റി സെൻറ്ററിലുള്ള ബസ് സ്റ്റാൻഡിന് ചേർന്നുള്ള മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ പച്ചക്കറിയും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ഭയങ്കര വില കുറവാണ് സുഹൃത്തുക്കളെ. നല്ലോണം വില കുറവാണ്. ഞാൻ ആപ്പിലൊക്കെ നോക്കിയാൽ 30 റുപ്യ 40 റുപ്യ അങ്ങനത്തെ തുച്ഛമായ വില ഉള്ളൂ സുഹൃത്തുക്കളെ. ഭയങ്കര വില കുറവാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നിങ്ങൾക്ക് ബഡ്ജറ്റ് ട്രിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് കുക്കിംഗ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് സുഖമായിട്ട് മേടിക്കുക സുഹൃത്തുക്കളെ. കണ്ടില്ല, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? 2 കിലോ ആപ്പിൾ ഞാൻ മേടിച്ചത് എത്രക്കറിയോ? 50 ദിനാറിനാണ് മേടിച്ചത്. 50 ദിനാർ എന്ന് വെച്ചാൽ നെട്ടുള്ളത് 30 റുപ്യക്കാണ് 2 കിലോ. അതും ഫ്രഷായിട്ടുള്ള ആപ്പിൾ ഞാൻ മേടിച്ചത്. എനിക്ക് കണ്ടിട്ട് ഒരു കണ്ണ് ഇതായിപ്പോയി. 2 കിലോ ആപ്പിൾ ഭയങ്കര സംഭവമല്ലേ?
ആ സുഹൃത്തുക്കളെ, ബോസ്നിയയിലേക്ക് പോകാൻ നിങ്ങൾക്ക് വിസ വേണ്ട. യെസ്, ഞാൻ വിസ എടുത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് US വിസ ഉണ്ട്. ആർക്കൊക്കെ ഇന്ത്യക്കാർക്ക് US വിസ ഉണ്ട് പാസ്പോർട്ടിൽ, വാലിഡ് US വിസ വേണം. സോ അവർക്കൊക്കെ ബോസ്നിയയിലേക്ക് പോകാൻ വിസ വേണ്ട സുഹൃത്തുക്കളെ, ബോസ്നിയ ഹെർസഗോവിനക്കോ. ഓക്കെ, സോ ഞാൻ അതുകൊണ്ടാണ് സെർബിയയിൽ നിന്ന് ഞാൻ ബസ് എടുത്തിട്ട് ഇപ്പോൾ ബോസ്നിയയിലെത്തി. ഇപ്പം ഞാനുള്ളത് അസർബൈജാനിലാണ്. സോ അതെങ്ങനെ എവിടെ എത്തി പറഞ്ഞിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് വീഡിയോ വരുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ കാരണം വെച്ചാൽ ഇനിയും കിട്ടുന്ന വീഡിയോ വരാൻ പോകുന്നുണ്ട്. ഞാൻ 100ഓളം കൺട്രി പോകുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട. അപ്പോൾ വീഡിയോ മൊത്തം കണ്ടോളി. സോറി ഡിസ്റ്റർബ് ചെയ്തതെന്ന്. കൺട്രിയാണ് എൻ്റെ 19ാമത്തെ കൺട്രിയാണ് ബോസ്നിയയിലാണ് ഞാനിപ്പോൾ. ബോസ്നിയ ഹെർസഗോവിനയിലാണ് ഞാനിപ്പോൾ. ഇന്ന് രാവിലെയാണ് എത്തിയത്, 4 മണിക്കാണ് എത്തിയത്. 1 ഡിഗ്രി ആയിരുന്നു സുഹൃത്തുക്കളെ രാവിലെ എത്തിയപ്പോൾ. 1 ഡിഗ്രി. കൈ എനിക്ക് ഇതൊന്നും പ്രശ്നമില്ല, പക്ഷേ കൈ ഗ്ലൗസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കൈ വിരലൊക്കെ മറിവിച്ചായിരുന്നു. ഇപ്പോൾ പ്രശ്നമില്ല. ഇതാ നിങ്ങൾക്ക് കാഴ്ച കാണാം. അതാണ് എൻ്റെ ഹോസ്റ്റൽ അവിടെ കാണുന്നത്. ഞാൻ ആ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് പുറത്തേക്ക് കാരണം വെച്ചാൽ ഒന്നുമല്ല, കുറേ ചെറിയ പിള്ളേരൊക്കെ. സോ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ പുറകിൽ തന്നെ ഉണ്ട്. ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പുറകിൽ തന്നെ ഓരോ കുട്ടികളായിട്ട് വന്നുകൊണ്ടായി അത് ഇത് ചോദിച്ചുകൊണ്ട്. സോ ഞാൻ ഈ പാരലായിട്ടുള്ള വേറെ റോഡിലാണ് വന്നത്. കാണാൻ ഇവിടെ ആൾക്കാരൊന്നും അധികമില്ല, പിന്നെ അത്ര ഇതുമല്ല. സോ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് അതാണ് മെയിൻ സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ്. ഞാൻ പേര് ഇവിടെ താഴെ കൊടുക്കുക, എന്താ പേര് പറഞ്ഞിട്ട്. സോ അതാണ് മെയിൻ ടൗൺ. അത് പോയി ചേർന്നത് സ്ക്വയറിലേക്കാണ്. സ്ക്വയറിന് ഓരോ പള്ളിയൊക്കെ ഉണ്ട്. ടർക്കിഷ് ജനത ആണ് ഇവിടെ അധികം ബോസ്നിയയിൽ. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പയ്യെ പറഞ്ഞുകൊണ്ട് പോവാം. സുഹൃത്തുക്കളെ ആദ്യം കഴിച്ചപ്പോൾ അത്ര ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ ഇവിടുത്തെ പെപ്പർ ഞാൻ ഇട്ടു. പെപ്പർ ഇട്ടപ്പെടുന്ന ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം അടിപൊളിയായിട്ടുണ്ട് സൂപ്പ്. അതിൽ ബ്രെഡിൻ്റെ കഷ്ണമൊക്കെ ഞാൻ മുറിച്ചിട്ടിട്ട് ഇപ്പം നല്ല ടേസ്റ്റായി. പിന്നെ വേറെ നല്ല ഫുഡുണ്ട്, നല്ല അടിപൊളിയായി ഫുള്ളായി. സോ പെപ്പർ എപ്പോഴും നിങ്ങൾ എരിവില്ലെങ്കിൽ പെപ്പർ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് സൂപ്പറായിട്ട് കിട്ടും. അടിപൊളി. നമ്മളെ ഗുലാബ് ജാമുനില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. കറക്റ്റ് എക്സാക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ആൾമോസ്റ്റ് അതേപോലത്തെ ഒരു ടേസ്റ്റാണ് സർ. Dvije sarnice i jednu papriku. സുഹൃത്തുക്കളെ, ഇതാണ് റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് കാണാൻ എന്താ
എൻ്റെ പുറകിൽ കാണാൻ ഈ റെസ്റ്റോറൻറ്റാണ്. അതിൻ്റെ പേരൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. എൻ്റെ പാംപ്ലേറ്റ് എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ ലൊക്കേഷനും പിന്നെ അതിൻ്റെ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം എൻ്റെ പേജൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. നിങ്ങൾക്ക് ബോസ്നിയ സാമ്രാജ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് തനതായ ബോസ്നിയൻ ഫുഡ് ട്രൈ ചെയ്യാതെ സുഹൃത്തുക്കളെ. ഇത് വാക്കിംഗ് സ്ട്രീറ്റിലെ മെയിൻ സ്ക്വയറിൻ്റെ അടുത്തൊന്നുമില്ല റെസ്റ്റോറൻറ്റാണ്. സോ നിങ്ങൾക്ക് അധികം ദൂരമൊന്നും പോകണ്ട. സോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞ പോലെ തന്നെ 6 km മാത്രമേ ആയിട്ടുള്ളൂ. സോ 6 km പറഞ്ഞാൽ ഇൻറ്റു 26 എത്ര പറഞ്ഞിട്ട് നിങ്ങൾ നോക്കും 150-200 റുപ്യേൻ്റെ ഉള്ളിലാണ്. അത്ര കോസ്റ്റ്ലി ഒന്നും ആയിട്ടില്ല. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് ട്രൈ ചെയ്യുക. ഫുഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. സോ ടേസ്റ്റ് എല്ലാം ഞാൻ ചെയ്തില്ല. ഞാൻ റെസ്റ്റോറൻറ്റ് കയറില്ലല്ലോ, പക്ഷേ വേണ്ടിയിട്ട് ഞാൻ സൂപ്പും പിന്നെ ഡെസേർട്ട് മാത്രമേ എടുത്തുള്ളൂ സുഹൃത്തുക്കളെ.